നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വം മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പല നേതാക്കളുടെയും രഹസ്യങ്ങൾ രാഹുലിനറിയാം. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുത്താൽ തടയുമെന്ന BJPയുടെ വെല്ലുവിളി സ്വപ്നം മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി MP രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണെന്നും ഇത് മറച്ചുവെച്ചാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും MP രാജേഷ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ട് പ്രതിഷേധം തുടരുന്നു. MLA ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂട്ടും താക്കോലുമായി ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പ്രദർശിപ്പിച്ച് SFIയുടെ പ്രതീകാത്മക പ്രതിഷേധം. MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ടും. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. ഹോം സ്റ്റേ ഉടമ ഒളിവിൽ തുടരുന്നതിൽ ദുരൂഹത. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും ദളിത് നേതാക്കൾ. പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്തുണ്ടായ ബോംബ് സ്ഫോടനം സംബന്ധിച്ച പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ്. നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്വേഷണം വഴിതിരിച്ചുവിടുന്നത് CPM RSS ധാരണയുടെ ഭാഗമെന്ന നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMഉം BJPയും ധാരണയിലെത്തിയതിന്റെ തെളിവാണിതെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്. ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. മഴയൊഴിഞ്ഞതോടെ പാതയിൽ ആരംഭിച്ചത് 25 ലക്ഷം രൂപയുടെ പ്രവൃത്തി. ഓണത്തിന് മുമ്പ് റൂട്ടിൽ ഗതാഗതം സുഗമമാക്കാൻ ശ്രമം. മുളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ വനത്തിലേക്ക് തിരിച്ചയക്കാനായത് RRT സംഘം നടത്തിയ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കാട്ടൂർ പൊന്നനം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. പണവും സ്വർണവും കവർന്നു. തൃശൂർ നഗരത്തിൽ കെട്ടിടത്തിന് മുകളിൽ കയറിയ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഫയർഫോഴ്സ് യുവാവിനെ കീഴ്പ്പെടുത്തി താഴെയിറക്കിയത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ. പൂവിളികൾ ഉയരുന്നു. അത്തപ്പൂക്കളമൊരുക്കാൻ നാടൊരുങ്ങി. ഇനി പൊന്നോണത്തിന്റെ സമൃദ്ധ ദിനങ്ങൾ. വിപണിയിലും പുത്തനുണർവ്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പങ്കെടുത്താൽ തടയുമെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന സ്വപ്നമാണെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കുന്നത് VD സതീശനും ഷാഫി പറമ്പിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്താൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാകും. കോൺഗ്രസിലെ പലർക്കുമെതിരെയുള്ള തെളിവുകൾ രാഹുലിന്റെ കൈവശമുള്ളതുകൊണ്ട് രാഹുൽ ഭീഷണിപ്പെടുത്തുകയാണ്. കുട്ടികൾ കാണുന്നവരും കേൾക്കുന്നവരുമാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന രാഹുലിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പും VD സതീശനുമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തുവിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നു. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിന്റെ കൈവശമുണ്ട്. വടക്കന്തറ വ്യാസവിദ്യാപീഠത്തിൽ 4 ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. RSS റൂട്ട് മാർച്ചും ദിനവും ശാഖയും നടത്തുന്ന മൈതാനത്തിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാർ നടപടിയെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളല്ല, RSSന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സിലബസിലുള്ള സ്കൂളാണ്. 4 ബോംബാണ് അവിടെ കണ്ടെടുത്തിട്ടുള്ളത്. 1 ബോംബാണ് പൊട്ടിയിട്ടുള്ളത്. RSSന്റെ റൂട്ട് മാർച്ച് നടത്തുന്നത് അവരുടെ മൈതാനത്തിലാണ്. പക്ഷേ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പാണ് NOC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ NOC പിൻവലിക്കാനുള്ള അധികാരം കേരള ഗവൺമെന്റിനുണ്ട്. പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ലെന്നും എം.ബി. രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെയുള്ളതാണെന്ന് എം.ബി. രാജേഷ് ആരോപിച്ചു. ഇത് മറച്ചുവെച്ചുകൊണ്ടാണ് MLA സ്ഥാനാർത്ഥിയാക്കിയത്. ആദ്യം ആരോപണമുന്നയിച്ച കുട്ടി നേതൃത്വത്തിന് പരാതി നൽകി. പരാതിയിൽ നീതി ലഭിക്കാതെ വന്നതോടെയാണ് പരസ്യമായി പ്രതികരിച്ചത്. രാഹുലിന് രാജിയല്ലാതെ വേറെ വഴിയില്ലെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ MLA ആയിട്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ന്യായീകരണമാണെന്നത് അത് കോൺഗ്രസ് നേതൃത്വം അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. പ്രാഥമിക അംഗത്വത്തിന് യോഗ്യനല്ലാത്ത ഒരാളെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ MLA ആയി അടിച്ചേൽപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? അപ്പോൾ കോൺഗ്രസ് നേതൃത്വം MLA-യുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യങ്ങൾ പേരിനൊരു പാർട്ടി നടപടി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ട് പ്രതിഷേധം തുടരുന്നു. ലൈംഗികാരോപണത്തിൽ അകപ്പെട്ട MLA-യുടെ ഓഫീസിലേക്ക് പൂട്ടും താക്കോലുമായി യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ലൈംഗികാരോപണത്തിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് പൂട്ടും താക്കോലുമായി യുവമോർച്ച പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് മാർച്ച് തടഞ്ഞു. പൂട്ടും താക്കോലുമായി ഇരുവഴികളിലൂടെയാണ് യുവമോർച്ച പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നീങ്ങിയത്. ആരോപണ വിധേയനായ MLA-യുടെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, നെന്മാറ മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽ കുമാർ, ഷിനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഷ്ട്രീയത്തിൽ മൂല്യബോധം തിരിച്ചുകൊണ്ടുവരണമെന്ന് പാലക്കാട് മുന്നോട്ട്. ആരോപണവിധേയനായ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് 5 വിളക്കിൽ പാലക്കാട് മുന്നോട്ട് പ്രകടനം നടത്തി. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മൂല്യബോധം തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ കോട്ടമൈതാനം 5 വിളക്കിൽ പ്രകടനം നടത്തിയത്. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കുറച്ചു വർഷങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ മൂല്യബോധമുള്ളവരെയും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരെയും വളർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അഴിമതിക്കാരും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വിവിധ പാർട്ടികളുടെ തലപ്പത്ത് വരുന്ന കാഴ്ചയാണുണ്ടായത്. മൂല്യച്യുതിക്ക് നേരെ പാർട്ടികൾ കണ്ണടച്ചു. തെളിവോടെ ലഭിച്ച കേസുകൾ പോലും ശിക്ഷിക്കപ്പെടാതെ പോയി. മുളയിലെ നുള്ളിവിടാത്തതുകൊണ്ടാണ് പിന്നീട് നേതാക്കൾ ലൈംഗിക അപവാദത്തിലും അഴിമതിയിലും പെടുമ്പോൾ പാർട്ടികൾക്ക് ക്ഷീണമുണ്ടാകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു BJP സംസ്ഥാന നേതാവ് സന്ധ്യ കഴിഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്ന് ഒരു സ്ത്രീ പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വന്ന് പരസ്യമായി പറഞ്ഞിട്ടും പാർട്ടിയും മാധ്യമങ്ങളും തലയിലേറ്റി നടക്കുന്ന കാഴ്ചയാണുണ്ടായത്. ഇനിയും ഇത്തരക്കാരെ മത്സരിപ്പിച്ചാൽ ഏത് പാർട്ടിയാണെങ്കിലും അവർക്കെതിരെ പാലക്കാട് മുന്നോട്ട് പ്രചരണം നടത്തും. ആരോപണ വിധേയനായ പാലക്കാട് MLA രാജിവെക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷം കുറച്ച് വർഷങ്ങളും രാഷ്ട്രീയത്തിൽ മൂല്യബോധമുള്ളവരും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരുമായിരുന്നു ഓരോ പാർട്ടികളെയും നയിച്ചിരുന്നത്. പിന്നീടിപ്പോൾ ജനങ്ങളോട് ഒരു കടപ്പാടുമില്ലാത്ത അഴിമതിക്കാരും അനാശാസ്യക്കാരുമായ ആൾക്കാരാണ് ഓരോ പാർട്ടിയുടെയും തലപ്പത്ത് വരുന്നത്. അവരെ നിയന്ത്രിക്കാനോ അവരെ മുളയിൽ തന്നെ നുള്ളിക്കളയാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഏതെങ്കിലും ലൈംഗിക അപവാദത്തിലോ അഴിമതി കേസുകളിലോ പെടുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നങ്ങളുണ്ടാകുന്നതും അവർ ജനങ്ങളാൽ വെറുക്കപ്പെടുന്നതും. 5 വിളക്കിലെ പ്രതിഷേധ പരിപാടിക്ക് ഡോക്ടർ MN അൻവറുദ്ദീൻ, S സുരേന്ദ്രൻ, അബ്ദുൾ ജലീൽ, പോൾ ജയരാജ്, M മണി എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീഡനം വീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പഠിക്കണമെന്ന് SFI. പാലക്കാട്ട് കായികമുറകൾ പ്രദർശിപ്പിച്ച് SFI വേറിട്ട് സമരം നടത്തി. പീഡനാരോപണം നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നു SFIയുടെ സെൽഫ് ഡിഫൻസ് സമരം. പാലക്കാട് നഗരത്തിൽ SFI വിദ്യാർത്ഥിനി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന രാഹുലിന്റെ ഭീഷണിക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധം തീർത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതെന്ന് SFI പാലക്കാട് ജില്ലാ സെക്രട്ടറി S. വിപിൻ പറഞ്ഞു. പെൺകുട്ടികളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. പൊതുവെ ഈ നമ്മുടെ ചുറ്റുപാട് നടന്നു പോകുന്ന ഇപ്പം തന്നെ ഒരുപാട് ക്രൂരതകൾ നമ്മുടെ ചുറ്റുപാടും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എതിരെ നടന്നു പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കുകയാണ്. നാട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്വാതന്ത്ര്യവും ഒക്കെ ഉറപ്പാക്കേണ്ട ആൾക്കാർ തന്നെ, ഭരണം നടത്തുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നാണം കെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല, ഇതിനപ്പുറം നമ്മൾ പ്രതിഷേധിക്കണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് സസ്പെൻഷനിൽ ചുരുക്കിയത്. MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ. പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ള BJPക്ക് വഴിയൊരുക്കലാകും MLA സ്ഥാനത്തു നിന്നുള്ള രാഹുലിന്റെ രാജിയെന്നും പാർട്ടി വിലയിരുത്തുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സസ്പെൻഷൻ. MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടെന്നും ഇത് പാലക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് വഴിയൊരുക്കലാകുമെന്ന നിഗമനമാണ് നടപടി സസ്പെൻഷനിൽ ചുരുക്കാൻ കാരണമെന്നാണ് സൂചന. സംസ്ഥാനത്ത് 3ാം ഭരണം ലക്ഷ്യമിടുന്ന LDFിലെ പ്രമുഖ കക്ഷിയായ CPM BJP ഡീൽ നടത്തുമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് KPCC എന്ന് അറിയുന്നു. നിയമസഭാ നടപടികളിൽ നിന്ന് രാഹുലിനെ വിലക്കും. രാഹുലിനെതിരെയുള്ള BJP CPM സമരങ്ങൾ ഒത്തുതീർപ്പിൻ്റെയും യോജിപ്പിൻ്റെയും ഡീലാണെന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. CPM BJP നേതൃത്വത്തിലെയും ലീഡർഷിപ്പിലെയും ചിലർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ, CPMലെ കത്ത് വിവാദം, ADGP അജിത് കുമാറിനെതിരെയുള്ള കോടതി പരാമർശം, കോടതിയുടെ അദൃശ്യ ശക്തി പ്രയോഗം തുടങ്ങിയ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലായ വിവിധ വിഷയങ്ങളിൽ രാഹുലിനെ മറയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്നും KPCC സംശയിക്കുന്നു. ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് കൂടുതൽ വിശദീകരണം തേടിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വലവിരിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഫയർഫോഴ്സ് യുവാവിനെ കീഴ്പ്പെടുത്തിയത്. രാവിലെ 11 മണിയോടെയാണ് തൃശൂർ നഗരത്തിലെ KSRTC സ്റ്റാൻഡിന് സമീപം വെളിയന്നൂർ ആശാരിക്കുന്നിലെ ഇരുനില വീടിന് മുകളിൽ കയറി നിന്ന് യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഉടൻ തൃശൂർ ഫയർഫോഴ്സും ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി. പോലീസും ഫയർഫോഴ്സും ആദ്യഘട്ടത്തിൽ യുവാവിനെ അനുനയിപ്പിച്ച് താഴെയിറക്കാൻ ശ്രമം നടത്തി. എന്നാൽ യുവാവ് കയ്യിൽ കിട്ടിയ കുപ്പികളും ഓടും ഉൾപ്പെടെ പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന് നേരെ എറിഞ്ഞു. ഇതിനിടെ നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി. പിന്നീട് യുവാവിനെ താഴെയിറക്കാനായി ഫയർഫോഴ്സിൻ്റെ വലിയ ഏണി കെട്ടിടത്തിൽ ചാരിവെച്ചു. എന്നാൽ യുവാവ് ആ ഏണിയിൽ കയറി നിന്നായിരുന്നു പിന്നീട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഒടുവിൽ അനുനയ സാധ്യതകളെല്ലാം മങ്ങിയതോടെ ബലം പ്രയോഗിച്ച് പിടികൂടാനുള്ള നീക്കത്തിലായി ഫയർഫോഴ്സ്. ഇതിനിടെ യുവാവ് കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡിലേക്ക് നീങ്ങി നിലയുറപ്പിച്ചു. കെട്ടിടത്തിന് മുകളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം യുവാവിൻ്റെ ദേഹത്തേക്ക് വലയെറിഞ്ഞു. ഉടൻ സൺഷെയ്ഡിൻ്റെ ഇരുവശത്തും നിന്നിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി യുവാവിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു.
ഏണിയിലൂടെ താഴെ ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും യുവാവ് വീണ്ടും പ്രതിരോധിച്ചു. ഒടുവിൽ കയ്യും കാലും കെട്ടി സൺഷെയ്ഡിലൂടെ എടുത്തുകൊണ്ടുപോയി മറുവശത്തുകൂടി താഴെ ഇറക്കുകയായിരുന്നു. പട്ടാമ്പി സ്വദേശിയായ യുവാവ് 3 ദിവസം മുമ്പ് വീട് വിട്ടിറങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. 3 മണിക്കൂർ നേരം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവാവിനെയാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സമയോചിത ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആദിവാസി യുവാവിനെ 6 ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയുടെ ഒളിവിൽ ദുരൂഹതയുണ്ടെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും IK ബാബു പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ മുതലമട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ അക്രമം വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നും ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു ആവശ്യപ്പെട്ടു. മുതലമട ഗ്രാമപഞ്ചായത്തിലെ മൂച്ചാകുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവിനെ വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 6 ദിവസമാണ് ഭക്ഷണം പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഉദർകുളം കാടിന് സമീപം പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗ്രേറ്റ് ഫാം ഹൗസിൽ വെച്ചാണ് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയത്. ഇതിനുത്തരവാദിയായ റിസോർട്ട് ഉടമ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് AK ബാബു ആവശ്യപ്പെട്ടു. തിരുനാവുക്ക എന്നയാളുടെ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന സമിതി നേതാക്കളും ചേർന്നാണ് വെള്ളയനെ മോചിപ്പിച്ചത്. മുതലമട പഞ്ചായത്തിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ആൾ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ദയവായി നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ജില്ലയുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദേവിയൊക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടു ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ട് ആ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ രേഖയില്ലാത്ത, ലൈസൻസ് ഇല്ലാത്ത, അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളും അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ അതിന് തക്കതായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പം ഇവിടെ നടക്കുന്ന ഇതുപോലെയുള്ള ക്രൂരമായ നടപടികൾ അവസാനിക്കണം. കാരണം മുതലമട ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിലുള്ള വെള്ളയൻ എന്ന് പറഞ്ഞ ഞങ്ങളിൽപ്പെട്ട ഒരു സഹോദരന്റെ 6 ദിവസം പൂട്ടിയിട്ടിട്ടും ഭക്ഷണം കൊടുക്കാതെയും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ട് അകത്ത് വേറൊരു അവിടെ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു മെസ്സേജ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ദളിത് ആദിവാസി മുന്നണി നേതാക്കന്മാരും JVM എന്ന് പറഞ്ഞ അവിടുത്തെ ആ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേയേറെ നല്ല മനുഷ്യർ ചേർന്ന ഒരു ഗ്രൂപ്പാണ് JVM എന്ന് പറഞ്ഞ വികസന മുന്നണിക്കാരും കൂടി ചേർന്നാണ്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി EM കുഞ്ഞുമോൻ, ഭാരവാഹികളായ സോമൻ വെള്ളിയാമ്പള്ളി, ഗോപി ഒട്ടയ്ക്കൽ, ദളിത് ആദിവാസി സംഘടനാ നേതാക്കളായ ശിവരാജ്, മാരിയപ്പൻ നീളിപ്പാറ, ജനകീയ വികസന സമിതി നേതാക്കൾ, സാങ്കേത മൂപ്പന്മാരായ ചിന്നച്ചാമി മൂപ്പൻ, ഗോപാലകൃഷ്ണൻ മൂപ്പൻ, ഭഗവതി മൂപ്പൻ, വെള്ളയൻ, രാമൻകുട്ടി, തിരുനാവക്കരസു, കൽപ്പനാദേവി, താജുദ്ദീൻ, മണികണ്ഠൻ, MK തങ്കവേൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള സ്വാഗത സംഘ രൂപീകരണ യോഗം പാലക്കാട്ട് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 7 മുതൽ 10 വരെയാണ് സംസ്ഥാന ശാസ്ത്രോത്സവം. തൃശൂർ കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം, പണവും സ്വർണവും കവർന്നു. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രം ഓഫീസിലെ പൂട്ടും ഓഫീസിനുള്ളിലെ അലമാരയുടെ പൂട്ടും കുത്തി തുറന്നാണ് പണവും സ്വർണവും കവർന്നത്. കൂടാതെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയുടെ DVRും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം അറിഞ്ഞത്. ഏകദേശം 2 പവനോളം സ്വർണവും 10,000-ലധികം രൂപയും നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് പെരിഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തി തുറന്ന പണം കവർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM BJP അവിശുദ്ധ ധാരണ സംബന്ധിച്ച സൂചനകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്. മൂത്താന്തറ സ്കൂൾ പരിസരത്തുണ്ടായ സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂത്താന്തറയിൽ RSS നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം സ്കൂളിൽ
ഒരാഴ്ച മുമ്പ് നടന്ന ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് കാണിക്കുന്ന നിഷ്ക്രിയത്വം വലിയ അനാസ്ഥയാണ് വെളിവാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻകൂട്ടിയുണ്ടാക്കിയ ധാരണയുടെ ഭാഗമായാണ് ഇടതു സർക്കാർ ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടാത്തതെന്നും BA അബ്ദുൽ മുത്തലിബ് കുറ്റപ്പെടുത്തി. പാലക്കാടിനെ നടത്തിയ ഈ സംഭവം 7 ദിവസമായിട്ട് പ്രതിയെ പിടിക്കുവാനും ആ സ്കൂൾ കോമ്പൗണ്ടിൽ പൊട്ടിയ ബോംബിനെ കുറിച്ച് അന്വേഷിക്കുവാനും ഇതുവരെ പാലക്കാട്ടെ പോലീസുകാർ, ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ചെറുവിരൽ പോലും അനക്കാനോ അന്വേഷണം നടത്താനോ തുനിയാതെ നിഷ്ക്രിയത്വത്തോടുകൂടി പെരുമാറുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയാകുമാരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്ദം, കോൺഗ്രസ് നേതാക്കളായ PR പ്രസാദ്, PH മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട ഷൊർണൂർ നഗരസഭ കംഫേർട്ട് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഭാഗികമായാണ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഒരു സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഭാഗികമായി ആരംഭിച്ചിരിക്കുന്നത്. സമീപത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കംഫർട്ട് സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിയാണ് ദിവസങ്ങളോളം കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. മലിനജലം പോകുന്നതിനായുള്ള പൈപ്പ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. കൂടാതെ കംഫർട്ട് സ്റ്റേഷനകത്ത് ഒരു സെക്ഷനിലെ അറ്റകുറ്റപ്പണികൾ കൂടി പൂർത്തിയാക്കിയതോടെ ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചു വരികയാണ്. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ കംഫർട്ട് സ്റ്റേഷന്റെ മുഴുവൻ പ്രവർത്തനവും ആരംഭിക്കാനാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനവാസ മേഖലയായ മുള്ളൂർക്കര വാഴക്കോട് വീണ്ടും കാട്ടാന ഇറങ്ങി. തുടർച്ചയായി കാട്ടാനകൾ പ്രദേശത്ത് ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്ത് കൃഷിക്കും നാശം വരുത്തിയിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘം സ്ഥലത്തെത്തി ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ കയറ്റിവിട്ടു. എന്നാൽ വനപാലകർ ശാശ്വത നടപടികൾ കൈക്കൊള്ളില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ തകർച്ചയ്ക്ക് ശാപമോക്ഷമാവുന്നു. പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനും ഒടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. തകർച്ചയെ തുടർന്ന് വാഹനയാത്ര ദുസ്സഹമായ കുളപ്പള്ളി ഷൊർണൂർ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. നിരവധി പ്രതിഷേധങ്ങൾക്കും ദീർഘനാളത്തെ കാത്തിരിപ്പിനും ഒടുവിൽ പാതയിലെ അറ്റകുറ്റപ്പണികൾക്ക് തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. മഴ മാറി നിന്നതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. തകർച്ച രൂക്ഷമായ ഭാഗങ്ങളിൽ JCB ഉപയോഗിച്ച് പഴയ ടാറിങ് ഇളക്കിമാറ്റുന്ന പ്രവൃത്തികൾക്കാണ് ആദ്യം തുടക്കം കുറിച്ചിരിക്കുന്നത്. റോഡിലെ തകർച്ച പരിഹരിക്കാത്തതിനെതിരെ നേരത്തെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാതയിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനമായത്. നഗരപരിധിയിലെ പ്രധാന റോഡ് കൂടിയാണിത്. PWD വിഭാഗത്തിനാണ് അറ്റകുറ്റപ്പണിയുടെ നിർമ്മാണ ചുമതല. 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുക. കുളപ്പള്ളിയിൽ നിന്നും കൈലാട് ഭാഗത്തേക്ക് പോകുന്ന പ്രവേശന ഭാഗം മുതൽ ഷൊർണൂർ SMB ജംഗ്ഷൻ വരെയും അവിടെ നിന്നും ടൗൺ ചുറ്റി പൊതുവാൾ ജംഗ്ഷൻ വരെയുമുള്ള 4.3 കിലോമീറ്റർ ദൂരമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുകയെന്ന് PWD അധികൃതർ പറഞ്ഞു. ഇത്രയും ദൂരം വരുന്ന പാതയിലെ കൂടുതൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ പ്രധാനമായും നടത്തുക. പഴയ ടാർ ഇളക്കി മാറ്റി വെറ്റ് മിക്സ് നിരത്തി ഉറപ്പിച്ച ശേഷം ടാറിംഗ് നടത്താനാണ് അധികൃതരുടെ ഉദ്ദേശം. നിലവിലെ തകർച്ച പരിഹരിച്ച് വാഹനയാത്ര സുഗമമാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിരാലംബരായ കിടപ്പു രോഗികൾക്ക് ഓണക്കിറ്റ് നൽകി ഷൊർണൂർ നഗരസഭ പാലിയേറ്റീവ്. 14-ാം വാർഡിലെ കല്ലിപ്പാടം വാരിയത്ത് വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിലെ നിരാലംബരായ കിടപ്പ് രോഗികൾക്കാണ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ ഓണക്കിറ്റ് എത്തിച്ചു നൽകുന്നത്. 14-ാം വാർഡിലെ കല്ലിപ്പാടം വാരിയത്ത് വീട്ടിൽ കുറുമ്പയ്ക്ക് ആദ്യ കിറ്റ് നൽകി
നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരുവോണത്തിന്റെ ഭാഗമായിട്ട് ഷൊർണൂർ നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് ഏതാണ്ട് 1600 രൂപയുടെ ഓണക്കിറ്റാണ് നൽകുന്നത്. അതിൽ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ, പഴം, അതുപോലെ ഓണക്കോടി ഉൾപ്പെടെയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാലിയേറ്റീവ് രംഗത്ത് കേരളത്തിലെ ഗവൺമെന്റും അതുപോലെ തന്നെ നഗരസഭയും ഗവൺമെന്റ് ആശുപത്രിയും എല്ലാം ചേർന്നുകൊണ്ട് സുസ്ഥിരമായിട്ടുള്ള സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കോടി, പഴം തുടങ്ങി 1600 രൂപയോളം വില വരുന്ന 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്നതാണ് ഓണക്കിറ്റ്. 2 ദിവസങ്ങളിലായി നഗരസഭയിലെ 38 കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് നൽകും. കൗൺസിലർ KM ലക്ഷ്മണൻ, ആശാവർക്കർമാരായ ബിന്ദു, ധനം, സിന്ധു, ശൈലജ, പാലിയേറ്റീവ് നഴ്സ് ശ്രീവിദ്യ, പാലിയേറ്റീവ് വളണ്ടർ D സിമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ. മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നീലാഞ്ചേരി കോൺക്രീറ്റ് റോഡിലെ വെട്ടിപ്പൊളിച്ച ഭാഗമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സഞ്ചാരയോഗ്യമാക്കിയത്. മണ്ണൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിലെ നീലാഞ്ചേരി കോൺക്രീറ്റ് റോഡിലെ വെട്ടിപ്പൊളിച്ച ഭാഗമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കോൺക്രീറ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുൻപ് ജൽജീവൻ മിഷൻ പൈപ്പിടാനായി കോൺക്രീറ്റ് റോഡ് പൊളിച്ചിട്ടിരുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കിയില്ല. മഴക്കാലത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഇരുചക്ര വാഹനങ്ങൾക്ക് ഇതുമൂലം ഏറെ പ്രയാസവും നേരിട്ടതോടെയാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ തകർന്ന ഭാഗം റോഡ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ പലതവണ ബന്ധപ്പെട്ടവരെ ഇക്കാര്യം അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇറങ്ങും മുമ്പേ ഓടിത്തുടങ്ങിയ ട്രെയിനിൽ നിന്ന് യാത്രക്കാരിയെ രക്ഷപ്പെടുത്തിയ റെയിൽവേ ജീവനക്കാരൻ പറളി തെരൂർ സ്വദേശി ചന്തുവിനെ കെ ശാന്തകുമാരി MLA ചന്തുവിന്റെ വീട്ടിലെത്തി ആദരിച്ചു. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഗ്രേഡ് 1 ജീവനക്കാരനാണ് ചന്തു. പാലക്കാട് പറളി തേനൂർ കോട്ടായി റോഡ് വളയച്ചൻ മാരിയിൽ രാധാകൃഷ്ണൻ മഹാലക്ഷ്മി ദമ്പതികളുടെ മകൻ 38 വയസ്സുള്ള രാഘവനുണ്ണി എന്ന ചന്തുവാണ് ഒരു നിയോഗം പോലെ ദുരന്ത സാഹചര്യത്തിൽ നിന്ന് യാത്രക്കാരിയെ രക്ഷിച്ചത്. 13 വർഷമായി റെയിൽവേയിൽ ജീവനക്കാരനായ ചന്തു ഓഗസ്റ്റ് 9 എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ജോലി സംബന്ധമായി എത്തിയതായിരുന്നു. രാത്രി 12:45 രാജധാനി എക്സ്പ്രസിൽ കയറാനെത്തിയ സ്ത്രീ കയറും മുമ്പേ വണ്ടി ഓടിത്തുടങ്ങി. ഒരു കൈ ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലും ശരീരം പുറത്തുമായുള്ള സ്ത്രീയുടെ കാഴ്ച കണ്ടതും ചന്തു രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഓടിച്ചെന്ന് സ്ത്രീയെ വാരിയെടുത്ത് ട്രെയിനിൽ നിന്നും പിടുത്തം വിടാൻ ആവശ്യപ്പെട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവർ സ്ഥലം വിട്ടു. അവരെക്കുറിച്ച് വിശദമായൊന്നും ചോദിച്ചില്ലെന്നും പണി ഉപകരണങ്ങളെടുത്ത് മടങ്ങി എന്നും ചന്തു പറയുമ്പോൾ കണ്ണുകളിൽ ആനന്ദ നിർവൃതി. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാൻ മാത്രം ഒന്നും ചെയ്തില്ലെന്നും മാനുഷിക കടമ നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്നും ഈ മനുഷ്യസ്നേഹി പറയുന്നു. ഭാര്യ രേഷ്മയ്ക്കും മക്കൾ അവനിക്കും അതിലേറെ സന്തോഷമായി. വീട്ടിലെത്തിയ MLA ചന്തുവിനെ പൊന്നാടയണിച്ച് ആദരിച്ചു. MLAയോടൊപ്പം CPM നേതാക്കളായ MT ജയപ്രകാശ്, KT സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അത്തം വന്നെത്താറായി. ചൊവ്വാഴ്ചയാണ് അത്തം. മലയാളക്കരയിൽ ഇനി ആഘോഷങ്ങളുടെ ദിനങ്ങൾ. പൂവിപണിയും സജീവമായി. അത്തം മുതൽ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾക്കും തുടക്കമാകും. മലയാളക്കരയിൽ അത്തം പിറക്കുന്നതോടെ മലയാളിക്കിനി 10 നാൾ ഓണാഘോഷ ദിനങ്ങളായിരിക്കും. ചൊവ്വാഴ്ചയാണ് അത്തം. അത്തം പിറന്ന് 10ാം നാൾ മലയാളികൾ തിരുവോണം ആഘോഷിക്കും. അത്തം പിറക്കുന്നതോടെ പൂക്കളങ്ങളും ഓണാഘോഷ പരിപാടികളും സജീവമാകും. പ്രധാന നഗരങ്ങളിൽ പൂവിപണിയും സജീവമായിട്ടുണ്ട്. വഴിയോര കച്ചവടമാണ് കൂടുതലായുമുള്ളത്. ആവശ്യക്കാരും ഏറെയാണ്. ചെണ്ടുമല്ലി കിലോയ്ക്ക് 250 രൂപയാണെങ്കിൽ റോസാപ്പൂവിന് 1 കിലോ 300 രൂപയാണ് ഈടാക്കുന്നത്. വാടാമല്ലി അടക്കമുള്ള പൂക്കളും ഇക്കൂട്ടത്തിലുണ്ട്. ഓണാഘോഷ പരിപാടികൾ സജീവമാകുന്നതോടെ പൂക്കൾക്കായുള്ള ആവശ്യക്കാരും കൂടി വരും. വരും ദിവസങ്ങളിൽ പൂവില വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി കരിങ്കുളം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ ചേർന്ന് പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA AV ഗോപിനാഥ്, CDS ചെയർപേഴ്സൺ ബിന്ദു, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡ്രൈവർമാർ ഓട്ടത്തിനിടയ്ക്ക് കിട്ടുന്ന സമയം വിനിയോഗിച്ച് കൃഷിയിറക്കിയത് ശ്ലാഘനീയമാണെന്ന് AV ഗോപിനാഥ് പറഞ്ഞു. വിളവെടുത്ത പൂക്കൾ പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും
ഓണാഘോഷത്തിന് ഡ്രൈവർമാരായ കർഷകർക്ക് വില നൽകി ഉപയോഗിക്കണമെന്നും എ വി ഗോപിനാഥ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആളുകൾക്കെല്ലാം തന്നെ മരുന്നോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പച്ചക്കറി ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഒരു ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ മോഡലാണ് പെരുങ്കുറിശ്ശി പഞ്ചായത്തിൽ ഓട്ടോ ഡ്രൈവർമാർ നടത്തിയിട്ടുള്ളത്. അത് നഷ്ടപ്പെട്ടു പോയിരുന്നുള്ളത്. അതിൻ്റെ ബാക്കി പൂക്കൾ മുഴുവൻ വലിച്ച് കൊണ്ടുപോയി പഞ്ചായത്ത് ഓഫീസിൻ്റെ പൂക്കള മത്സരത്തിനും മറ്റു കാര്യങ്ങളിലും ഉപയോഗിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഈ പദ്ധതിയുമായി വന്നിട്ടുള്ളത്. ഇതേസമയം കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹിക വിരുദ്ധർ ചെണ്ടുമല്ലി കൃഷി വെട്ടി നശിപ്പിച്ചിരുന്നു. ശേഷിക്കുന്ന ചെടികളിലെയാണ് വിളവെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗുരുവായൂരപ്പന് വഴിപാടായി കളഭം പാക്കിംഗ് മെഷീൻ. തമിഴ്നാട് സ്വദേശിയായ വൈദ്യനാഥനാണ് ഈ ഉപകരണം സമർപ്പിച്ചത്. ആധുനിക ന്യൂമാറ്റിക് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നതാണ് മെഷീൻ. പാക്കിംഗ് നടക്കുന്നതിനോടൊപ്പം തയ്യാറായ പാക്കറ്റുകളുടെ എണ്ണം കൂടി പ്രദർശിപ്പിക്കുന്നതിനാൽ ആവശ്യാനുസരണം മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം സി മനോജ്, വഴിപാടുകാരൻ വൈദ്യനാഥൻ എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ പി കെ സുശീല, സി ആർ ലജുമോൾ, മെഷീൻ രൂപകൽപ്പന ചെയ്ത മുകുന്ദൻ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മുതിർന്ന അംഗമായ എം കെ വേലായുധന് സ്വീകരണം നൽകി. കോട്ടായി പുളിനെല്ലി കാവതിയോട് വീട്ടിൽ 77 വയസ്സുള്ള ഇദ്ദേഹം വായനശാലയിലെ സ്ഥിരം വായനക്കാരനാണ്. തന്റെ ചെറുപ്പകാലം മുതൽ ആരംഭിച്ച വായനയാണ് പല കാര്യങ്ങൾക്കും വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞതെന്ന് സ്വീകരണ യോഗത്തിൽ എം കെ വേലായുധൻ വ്യക്തമാക്കി. വയോജനവേദി കോർഡിനേറ്റർ കെ പത്മാവതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ആർ റിൻസി അധ്യക്ഷത വഹിച്ചു. ലൈബ്രറിയൻ വി ചിത്ര നന്ദിയും പറഞ്ഞു. ശരിക്കും വേലായുധൻ നമ്മുടെ കൂടെ, നമ്മുടെ നാട്ടിൻ്റെ കൂടെ ഒരു തലമുറകളോളം, അല്ലേ, 2 തലമുറ ആകാനായി ആ തലമുറകളോളം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയത്, ആദരിക്കാൻ വേണ്ടിയിട്ട് വായനശാലയിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ ആദരിക്കുന്നതിനുപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെ വിളിച്ചു കൂട്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള അമ്മമാരെ വിളിച്ചു കൂട്ടി ആണ് നമ്മൾക്കൊരു പരിപാടി സംഘടിപ്പിച്ച് നിങ്ങളെ എല്ലാവരും നമ്മൾ ഇപ്പോൾ ആരെങ്കിലും 2 പേർ ചേർന്നിട്ടല്ല ആദരിക്കുന്നത്, നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ സന്താനഗോപാലമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിൽ സംഗീത കച്ചേരി അരങ്ങേറി. അങ്ങാടിപ്പുറം ശ്രീദേവി ടീച്ചറുടെ ശിഷ്യരായ ശ്രീലക്ഷ്മി, ശ്രീബാല എന്നിവരാണ് ഓഗസ്റ്റ് മാസത്തിലെ സ്പെഷ്യൽ പരിപാടിയായി സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. മനോജ് കുളപ്പുള്ളി മൃദംഗത്തിലും വി ടി ശങ്കരനാരായണൻ വയലിനിലും പിന്നണി തീർത്തു. സംഗീത കച്ചേരിക്ക് ശേഷം പ്രസാദ വിതരണമുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി സി രാജീവ്, ട്രഷറർ എ കെ മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ, ടി മുരളീധരൻ, കെ എ ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വരോട് ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം സംഘം ഓഫീസിൽ ചേർന്നു. പ്രസിഡന്റ് കെ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. യോഗത്തിൽ ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് കെ ഹരിദാസൻ സ്വാഗതം പറഞ്ഞു. മിൽമ പ്രതിനിധി നാരായണൻകുട്ടി, സൂപ്പർവൈസർ ഒ എ അമൃത തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണസമിതി അംഗങ്ങൾ, കർഷകർ, ജീവനക്കാർ എന്നിവരും യോഗത്തിനെത്തിയിരുന്നു. സംഘം സെക്രട്ടറി വി ഷീജ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി കോസ്മിക് ക്ലിനിക് പ്രൈവറ്റ് ലിമിറ്റഡ്സിന്റെയും
കീഴായൂർ EMS കലാസമിതി വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജനറൽ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. രാജൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ ജനറൽ വിഭാഗത്തിലും ശിശുരോഗ വിഭാഗത്തിലുമായി പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി. പരിശോധനകൾക്ക് ശേഷം സൗജന്യ മരുന്ന് വിതരണവും നടന്നു. പട്ടാമ്പി കോസ്മിക് ക്ലിനിക് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ റിട്ടയേർഡ് ക്യാപ്റ്റൻ കൃഷ്ണകുമാർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ മണ്ണൂരിൽ കസ്റ്റമർ മീറ്റും വായ്പാമേളയും നടന്നു. ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ലോൺ കൊടുക്കുക, ലോൺ തിരിച്ചു വാങ്ങുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇതെല്ലാമാണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ചുമതല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആളുകൾ ബാങ്കിന്റെ ഡെപ്പോസിറ്റർമാർ. ആ ഡെപ്പോസിറ്റർമാരുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ലോൺ ആവശ്യവുമായി വരുന്ന ആളുകൾക്ക് ബാങ്ക് ലോൺ നൽകുന്നത്. ലോൺ നൽകുന്നതിന്റെ ഭാഗമായി അവരടയ്ക്കുന്ന പലിശയും മറ്റു കാര്യങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ബാങ്കിന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ വരുമാനമെടുത്താണ് ഡെപ്പോസിറ്റേഴ്സിന് പലിശ കൊടുക്കുന്നത്. ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M. വിജയൻ അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, AGM CS ബിന്ദു എന്നിവർ സംസാരിച്ചു. STV ചാനലിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 31-ന് പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നു. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലുള്ള അയ്യങ്കാളി ഹാളിലാണ് മത്സരവേദി. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 ടീമുകൾക്കായിരിക്കും പങ്കെടുക്കാനുള്ള യോഗ്യത. ഞായറാഴ്ച കാലത്ത് 9:30 മുതൽ 12:30 വരെയാണ് മത്സരം. ഒന്നാം സമ്മാനം 3000 രൂപ, രണ്ടാം സമ്മാനം 2500 രൂപ, മൂന്നാം സമ്മാനം 2000 രൂപയും മറ്റ് പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനമായും നൽകുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 26/8/2025 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7012183853 7356178273 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മാറ്റൊലി. ഗുരുതര ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിലും പരസ്യ മുറവിളി ഉയരുന്നുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയല്ല ആരോപണം ഉന്നയിക്കേണ്ടത്. അവർ രാജ്യത്തെ നിയമത്തെ മാനിച്ചുകൊണ്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന് മുന്നിൽ തന്നെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള അവസരം അയാൾക്ക് കൊടുക്കണം. അതല്ല, കുറ്റക്കാരനാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങുവാനുമുള്ള ഉത്തരവാദിത്വവും ധാർമ്മികതയും കാണിക്കുവാനുള്ള സമയവും സാഹചര്യവും ഒരുക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതല്ലാതെ വാർത്താമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ആരോപണം ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കലല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള ആളുകൾ അവർ ചെയ്തത് എന്താണെന്ന് നമ്മൾക്കറിയാം. പല ആരോപണ വിധേയരായിട്ടുള്ള MLA മാർ, മന്ത്രിമാർ, അവരെല്ലാവരും ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരായിട്ടും MLA മാരായിട്ടും തുടരുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ആരോപണം ഉന്നയിച്ച ആളെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. അത് മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് പാർട്ടി ചെയ്തത്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് എതിരെ മുൻപുള്ള BJP-യോ CPM-ഓ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ മാതൃകാപരമായ നിലപാടാണ് കോൺഗ്രസ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടിയും പ്രധാനപ്പെട്ട ആളുകളും വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വം മയപ്പെടുത്തുന്നത് ഭയം കൊണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. പല നേതാക്കളുടെയും രഹസ്യങ്ങൾ രാഹുലിനറിയാം. ശാസ്ത്രമേള പോലുള്ള പരിപാടികളിൽ MLA എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. സന്നിധാനത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുത്താൽ തടയുമെന്ന BJP-യുടെ വെല്ലുവിളി സ്വപ്നം മാത്രമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന് പോലും അർഹനല്ലാത്ത വ്യക്തിയെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി MB രാജേഷ്. രാജിയല്ലാതെ രാഹുലിന് മുന്നിൽ വേറെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണെന്നും ഇത് മറച്ചുവെച്ചാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും MB രാജേഷ്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ട് പ്രതിഷേധം തുടരുന്നു. MLA ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂട്ടും താക്കോലുമായി ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച്. പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പ്രദർശിപ്പിച്ച് SFIയുടെ പ്രതീകാത്മക പ്രതിഷേധം. MLAയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ടും. ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച മുതലമടയിലെ ഹോം സ്റ്റേ ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് IK ബാബു. ഹോം സ്റ്റേ ഉടമ ഒളിവിൽ തുടരുന്നതിൽ ദുരൂഹത. മുതലമടയിലെ അനധികൃത റിസോർട്ടുകളെപ്പറ്റി സമഗ്ര അന്വേഷണം വേണമെന്നും ദളിത് നേതാക്കൾ. പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂൾ പരിസരത്തുണ്ടായ ബോംബ് സ്ഫോടനം സംബന്ധിച്ച പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ്. നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. അന്വേഷണം വഴിതിരിച്ചുവിടുന്നത് CPM RSS ധാരണയുടെ ഭാഗമെന്ന നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും ധാരണയിലെത്തിയതിന്റെ തെളിവാണിതെന്ന് KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്. ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. മഴയൊഴിഞ്ഞതോടെ പാതയിൽ ആരംഭിച്ചത് 25 ലക്ഷം രൂപയുടെ പ്രവൃത്തി. ഓണത്തിന് മുമ്പ് റൂട്ടിൽ ഗതാഗതം സുഗമമാക്കാൻ ശ്രമം. മുളൂർക്കര വാഴക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ വനത്തിലേക്ക് തിരിച്ചയക്കാനായത് RRT സംഘം നടത്തിയ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ. കാട്ടൂർ പൊന്നനം ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. പണവും സ്വർണവും കവർന്നു. തൃശൂർ നഗരത്തിൽ കെട്ടിടത്തിന് മുകളിൽ കയറിയ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. ഫയർഫോഴ്സ് യുവാവിനെ കീഴ്പ്പെടുത്തി താഴെയിറക്കിയത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലൂടെ. പൂവിളികൾ ഉയരുന്നു. അത്തപ്പൂക്കളമൊരുക്കാൻ നാടൊരുങ്ങി. ഇനി പൊന്നോണത്തിന്റെ സമൃദ്ധ ദിനങ്ങൾ. വിപണിയിലും പുത്തനുണർവ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.